സംസ്ഥാനത്ത് എത്ര ഡേ കെയറുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന് വിദ്യാഭ്യാസ വകുപ്പിനോ സാമൂഹിക ക്ഷേമ വകുപ്പിനോ ഉത്തരമില്ല. ലൈസൻസ് വേണമെന്ന നിബന്ധന ഇല്ലാത്തതിനാൽ ആർക്കും ഒറ്റമുറിയിൽ പോലും തുടങ്ങാവുന്നതാണ് ഡേ കെയർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ ശിശുക്ഷേമ സമിതിക്കോ ഡേ കെയറുകളെ സംബന്ധിച്ച് വിവരമൊന്നുമില്ല. വിവരശേഖരണം നടക്കാത്തതുകൊണ്ട് യാതൊരുവിധ നിയന്ത്രണവും ഇവയ്ക്കുമേൽ ആർക്കുമില്ല. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ഇങ്ങനത്തെ സെൻറ്റേഴ്സ് നടത്തുന്നതിൻ്റെ മുകളിൽ കൺട്രോളൊന്നുമില്ല. അത് എങ്ങനെ അതിൻ്റെ ലൈസൻസ് കൊടുക്കുന്നവരും ഞങ്ങളല്ല. പക്ഷേ ഇങ്ങനത്തെ ക്രൂരത നടക്കുന്നത് വളരെ സങ്കടകരമാണ്. നമുക്ക് ലൈസൻസ് ഇല്ല, അവർക്ക് ലൈസൻസ് കൊടുക്കാനുള്ള സംവിധാനം ഇല്ല. അങ്ങനെ വരുമ്പോൾ എന്താ അവിടെ നടക്കണമെന്ന് ആരാ നോക്കുക? ഇങ്ങനെ ഓരോരുത്തരും പറയുമ്പോഴല്ലേ നമുക്കത് പോയി നോക്കാൻ പറ്റുള്ളൂ. ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റുകൾ പോലും വിവരങ്ങൾ ശേഖരിച്ചിട്ടില്ല. ഡേ കെയർ തുടങ്ങാൻ ലോൺ ആവശ്യമുള്ളവർ മാത്രമാണ് കോർപ്പറേഷനെയോ നഗരസഭകളെയോ സമീപിക്കുക. നിയന്ത്രിക്കാൻ ആളില്ലാത്തതിനാൽ ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറക്കുകയാണ്. ചുരുക്കത്തിൽ 6 മാസം പ്രായമായ പാൽമണം മാറാത്ത കുഞ്ഞിനെ പോലും മനസാക്ഷിയില്ലാത്തവരുടെ കയ്യിൽ എറിഞ്ഞു കൊടുക്കേണ്ടി വരുന്നു ഉദ്യോഗസ്ഥരായ മാതാപിതാക്കൾക്ക്. 2 കസേരയും 4 കളിപ്പാട്ടവും ഉണ്ടെങ്കിൽ ഡേ കെയറായി. ആർക്കും എവിടെയും തുടങ്ങാം. ഇത്തരം സ്ഥാപനങ്ങൾക്ക് നിയന്ത്രണവും നിബന്ധനയും ഏർപ്പെടുത്തേണ്ട സർക്കാർ സംവിധാനങ്ങളാകട്ടെ നോക്കുകുത്തിയുമാകുന്നു. ക്യാമറാമാൻ പ്രദീപ് കുമ്പിടിക്കൊപ്പം ലേബി സജീന്ദ്രൻ, റിപ്പോർട്ടർ, കൊച്ചി.